ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തന്നെ കിഴിയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ എടുത്തോ. ഇന്നലെ കിഴി അവസാനിക്കുന്ന സമയത്ത് ഒരു കിഴി പുറത്തിട്ടുണ്ടായിരുന്നു, തുറക്കാതെ. അടിപൊളി. ആ കിഴിയായിരിക്കും ഇത് മിക്കവാറും. ആവേശത്തിലെടുത്തായിരിക്കും. അതന്നെയാണത്. അതായത് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അതായത് ഇന്നലെ ആ വീഡിയോ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് താൽക്കാലികമായി അത് നാളത്തേക്കാക്കിയത്, അതായത് ഇന്നത്തേക്കാക്കിയത്. ഓക്കെ ഓക്കെ. നസ്ലൻ അഭിനവ് സുന്ദർ നായക് സിനിമ, അതായത് മോളിവുഡ് ടൈംസ്. ഈ സിനിമ ഉടൻ സംഭവിക്കുമെന്നുള്ളതാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ് വഴി അതെ പുറത്തുവിട്ടിരിക്കുന്നു കേട്ടോ. ഇവർ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഉണ്ട്. ഇതിൽ നിന്നും അതായത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആൾക്ക് ഇഷ്ടപ്പെടാതെ ഒഴിവാക്കിയെന്നൊക്കെ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇപ്പൊ തോന്നുന്നു. നസ്ലിനെതിരെ കരുതി കൂട്ടിയുള്ള എന്തോ ആക്രമണം. അടുത്തത് രാജാ സാബ്. സിനിമയുടെ ടീസർ ജൂൺ 16. നാളെ കഴിഞ്ഞ് നാളെ ജൂൺ 16. നാളെ 10:52 AM. പൊളി. ഞാൻ ഇനിയുണ്ടല്ലോ ദിവസം ഒന്ന് മുന്നോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാട്ടോ. എന്തായാലും വർക്ക് സ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. അവര് മാധുരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് രാജാ സാബ്. മാധുരിയോ? മാരുതി അല്ലേ? മാധുരി എപ്പോ സംവിധായികയൊക്കെ ആയത്? മാധുരി ചെയ്തിട്ടുണ്ടോ? അത് പിടിച്ചു നിൽക്കായിരുന്നു. അതും അറിയില്ല, അതും അറിവില്ല. മാധുരി പാട്ടുകാരിയല്ലേ? മാധുരി ദീക്ഷിത്തിനാണ് ഉദ്ദേശിച്ചത്. അത് നടി സംവിധാനം ചെയ്തിട്ടില്ല. മാധുരി പാട്ടുകാരി ഉണ്ടല്ലോ. സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിടിച്ചു വെക്കാം. ഏതെങ്കിലും അറിഞ്ഞൂടെ? പാട്ടുകാരിയാണെന്ന് പോലും അറിഞ്ഞൂടാ. ഒരേ ഒരു മാധുരി അറിയുള്ളൂ, മാധുരി ദീക്ഷിത്. കൊള്ളാം. ഓക്കെ. വാട മോനെ ദശമൂലം താമോ. നടക്കൂലെന്ന് പറയാനല്ലേ വാടാ മോനെ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ശരിയാണല്ലോ. ഞാനും വിചാരിച്ചു നാളെ തുടങ്ങാൻ പോണ സാധനമാണല്ലോ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഈ ക്യാരക്ടറിനോട് ഇഷ്ടമുണ്ട്. അതൊക്കെ നീ ഒരു കാര്യം ചെയ്യും, ദശമൂലം താമുന്റെ എന്തെങ്കിലും എക്സ്പ്രഷൻ ഞാനിടാം. അതിന് എനിക്കതൊന്നും ഓർമ്മ പോലുമില്ല. അതാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ അറിയാതെ. ദശമൂലം താമൂല സാധനമുണ്ട്, അതെനിക്കറിയാം. ദേശം. അതെ, സൂരാജിനോട് പറഞ്ഞ പോലെ സൂരാജ് ഒന്ന് ഞാൻ ആ സിനിമ ഒന്നുകൂടി കാണട്ടെ എന്ന് പറയും. ആദ്യം മുതൽ എല്ലാം കഴിയുന്ന സംശയമാണ്. കാരണം പക്ഷെ ഒരു സാധനം മറ്റേ ഇതിൽ വന്നു കേട്ടോ, നമ്മുടെ പടക്കളത്തില് ആ ഒരു ചിരിയല്ലേ, അതില് ആ സ്പ്രേ അടിച്ചിട്ട് തിരിഞ്ഞു ഓടിയിട്ട് ഒരു ചിരി. പിന്നെ ഫാനില് കെട്ടി തൂങ്ങിട്ട് ചാടി കഴിഞ്ഞല്ല ആ സാധനമൊക്കെ വന്ന്. എന്തായാലും ദശമൂലം താമോ സംഭവിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എഴുത്തുകാരൻ ബെന്നി പി നായരമ്പലമാണ്. ഓക്കെ, അതായത് ആൾക്ക് അതിന്റെ കഥയിൽ വിശ്വാസത പോയി എന്നാ പറഞ്ഞത്. താല്പര്യം പിന്നെ എന്തിനാ ഷാഫിയൊക്കെ ചെയ്യണം അത്. ഇനി അല്ലാണ്ട് ആര് ചെയ്തിട്ട് ഓഫീസറൊക്കെ പോയി. എന്താണെങ്കിലും അടുത്തത് ജയറാം നെക്സ്റ്റ് മൂവി. ജി പ്രജിത്ത് ഡയറക്ട് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. ജൂഡ് ആന്റണി തോമസ് ജോസഫ് സ്ക്രിപ്റ്റ്. ജൂഡ് ആന്റണി ജോസഫ്. യെസ്, കറക്റ്റ്. കാളിദാസും പ്രധാന വേഷത്തിലുണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഗോകുലം മൂവീസ് ആയിരിക്കും പ്രൊഡ്യൂസർ. കൊള്ളാം അല്ലേ? നല്ല ഭയങ്കര ടീം. അതായത് പ്രജിത്ത് ഒരു വടക്കൻ സെൽഫി സംവിധാനം ചെയ്ത ആളാണ്. പിന്നെ വേറെ ഏതോ ഒരു സിനിമയുണ്ട്, എന്തോ ഒരു പുതിയ എന്താണെങ്കിലും ഒരു ഹിറ്റ് ഉണ്ട്. പിന്നെ 2 സിനിമ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. ജോ ആൻഡ് ജോ. ജി പ്രജിത്തോ? പിന്നെ 18+ ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. ഓക്കെ. കാളിദാസും ജയറാമും മലയാളത്തിൽ ഒരുമിക്കുന്നു. അടുത്തത് മദ്രാസി. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമ. സിനിമ സെപ്റ്റംബർ 5 റിലീസ് നടത്തുന്നത് കേട്ടോ. എന്തായാലും ഈ സിനിമയുടെ ഫൈനൽ സോങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഭയങ്കര ശക്തമായ ഡാൻസ് ഉള്ള ഒരു പരിപാടിയാണെന്നാണ് കേട്ടത് കേട്ടോ. അല്ല, മാസീവായിട്ടുള്ള ഡാൻസ്. മ്യൂസിക് അതും പറയാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് അസ്യൂം ചെയ്യണ്ട, പറയാൻ പറ്റൂലല്ലോ. അടുത്തത് ധീരൻ. സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഫാർസ് ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ദേവദത്ത് ഷാജിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ഭീഷ്മപർവം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആളുടെ അടുത്ത സിനിമ ഇതാണ്. അതിനുശേഷം ആൾ ഇതിൻ്റെ ഇടയിൽ വേറെ സിനിമയും ചെയ്തില്ലല്ലോ. ഇല്ല. ഓക്കെ, അടുത്ത് ഖൈദി 2. എൻ്റെ പൊന്നെ, ഖൈദി 2 സിനിമയിൽ നായികയായിട്ട് ആരെ വരാൻ പോകുന്നത്? അനുഷ്ക ഷെട്ടി. അതായത് ആളുടെ ഭാര്യയായിട്ട് ആളായിരിക്കും.
അത് ഉറപ്പാ ഇതിന്റെ ഭാര്യയായിട്ട് പൊളി. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ടെറർ ക്യാരക്ടർ ആയിരിക്കും. അത് ആൾക്ക് ഭയങ്കരമായിട്ട് കഴിയും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ. അതായത് ഈ ബ്ലഡ് ബാത്ത്, അതായത് മുഖത്തൊക്കെ ബ്ലഡായി അങ്ങനെ ഒരാളെ കൊല്ലാനൊക്കെ ആയിട്ട് പോവുക, വെട്ടുകത്തി എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആയുധം എടുത്തിട്ട് പോകുന്നതൊക്കെ അനുഷ്ക ഭീകരമായിട്ട് ചെയ്യും. അതിന് മാക്സിമം ട്രൈ ചെയ്ത് പരാജയപ്പെടുന്ന ഒരാളാണ് നയൻതാര. സത്യം തോന്നിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും ഗാട്ടിന്റെ ടീച്ചറിലൊക്കെ ഉണ്ടല്ലോ ജാതി സാധനം എന്താ സീന്. അടുത്തത് കൂലി. കട്ടയാണല്ലോ. ഏതാല്ലേ കൂലി സിനിമയെ കുറിച്ച് നാഗാർജുന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറയുന്നുണ്ട്. അമീർ ഖാൻ വേറെ അപ്പുറത്തിരുന്ന് പറയുന്നു, ഇപ്പുറത്തിരുന്ന് നാഗാർജുന പറയുന്നു, അപ്പുറത്തിരുന്ന് രജനീകാന്ത് പറയുന്നു, ലോകേഷ് പറയുന്നു. ഇപ്പൊ ആകെ പറച്ചേ ഉള്ളൂ. പക്ഷെ നാഗാർജുന പറഞ്ഞു പോയ 1.5 ഐറ്റമാണ്. അതായത് വിസിലടിച്ചിരുന്ന് കാണേണ്ട സിനിമയാണെന്നാ പറഞ്ഞത് കൂലി. അതല്ലെങ്കിലും അത് തന്നെ ആയിരിക്കണം ഉറപ്പല്ല. പിന്നെ അല്ല വിസിലോ എന്തും വാങ്ങി പോവാം കൂലി റിലീസിന്. എന്തായാലും നാഗാർജുന പറഞ്ഞത് മാത്രമല്ല, ഇതിന് മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ലോക്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഇറങ്ങുന്നതിന് മുൻപ്, അതായത് ഓഗസ്റ്റ് 14 സിനിമ റിലീസിനെത്തുന്നത്. അതായത് 2 മാസം മുമ്പേ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ലോക്ക് ചെയ്തു. ഇത് രജനീകാന്ത് കണ്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഓക്കെ, നാഗാർജുന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നിർത്തൂല ഞാൻ. പോരട്ടെ. അതായത് ആളെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ലോകേഷ് ആള് തന്നെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ കണ്ടിട്ട്. അത് ഉറപ്പല്ലേ? ഏതാ മുതലത്? എങ്ങനെ ഡേറ്റ് കൊടുക്കാതിരിക്കുന്നില്ല? പിന്നല്ല, ഇവരൊക്കെ പറയുന്നത് സംഭവം തലൈവറുടെ പേര് കേട്ടതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഡേറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ അത് മാത്രമൊന്നുമല്ല അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, അടുത്ത കിഴി. അടുത്തോ അല്ല കഴിഞ്ഞോന്നറിയില്ല. ഇന്റർവ്യൂലെ പലതും അല്ലേ പറയുന്നത്. കൊറേ ഇനിയും പോരുമല്ലോ. ഇനി അമീർ ഖാൻ പറഞ്ഞതൊക്കെ ഉണ്ട്. അത് നാളെ പറയാന്ന് എഴുതിട്ട് ഞാൻ മാറ്റി വെച്ചതാ. ഇത്തവണ മതി. താങ്കളുടെ മുസ്ലിം പവർ എൻ്റെ ഉള്ളിലല്ലേ. ഓക്കെ, അടുത്തത് സൗബിൻ സാഹിർ. ന്യൂ സ്റ്റോറി. ആളൊരു സ്റ്റോറി ഇട്ടുണ്ട് ഗോഡ് ഫാദറിൻ്റെ. എന്നിട്ട് നമ്മുടെ അമൽ നീരദിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ദൃശ്യം 3 ഇട്ടിട്ട് കത്തിച്ചു, ഇന്നലെ ഇതിട്ടും കത്തിച്ചു. എന്തായാലും അമൽ നീരദിൽ ലാലേട്ടൻ മൂവി ഉണ്ട്. പക്ഷെ എന്തോ ചില കാരണങ്ങളല്ല, എന്തൊക്കെയോ ചില തടസ്സങ്ങളുണ്ട്. അതായത് ഇതിന് 150 ദിവസം 170 ദിവസം ഷൂട്ടിന് വേണമെന്ന് ആവശ്യപ്പെട്ടു അമൽ നീരദ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ആശീർവാദിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. അത്ര കൊളാക്കി കളയോ ആശീർവാദ്. ഈ സ്ക്രിപ്റ്റിന്റെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് 50-നേക്കാളും ഡേറ്റ് കുറക്കുന്ന രീതിയിലേക്ക് പരിഗണിക്കുന്നു. ചർച്ച നടക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. വേണ്ടിയില്ലായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. ഡേറ്റ് അങ്ങ് കൊടുക്കുകയായിരുന്നെങ്കിൽ ഒരു കിടിലൻ സിനിമ കാണാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് പൊട്ടിയാവും. അതിനേക്കാളും നല്ലത് കുറഞ്ഞുള്ള സാധനം വേറെ പിടിക്കുന്നതല്ലേ. കുറഞ്ഞത് പെട്ടെന്ന് അങ്ങ് പൊട്ടിയാലോ. ലാലേട്ടൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ഓരോന്നും ഇങ്ങനെ ഓരോ മാസം. അപ്പൊ പിന്നെ അല്ലെങ്കിലും അതങ്ങനെ അടുപ്പിച്ച് സിനിമകൾ വരുന്നുണ്ടെങ്കിൽ പൊട്ടുന്നത് അങ്ങനെ വിഷയമൊന്നുമല്ല. ആലോചിച്ച് ദൃശ്യം 3 വന്നിട്ട് അത് ആ വർഷം തൂക്കൂലേ 2026. തുടരൊക്കെ ദൃശ്യത്തിന്റെ അടുത്തുണ്ടോ? അപ്പൊ ദൃശ്യം ഇപ്പൊ ഇറങ്ങുകയാണെങ്കിൽ ദൃശ്യം 2 OTT റിലീസാതെ ഇപ്പം റിലീസായിട്ടുണ്ടെങ്കിൽ അത് 200 നിൽക്കുള്ളൂ. മോനെ, അല്ലെങ്കിലും മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമ അത് തന്നെയാ. ഇത് അനൗൺസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹൈപ്പ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെന്ന് എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയായിരിക്കും ദൃശ്യം 3. എന്തായാലും ജിത്തു ജോസഫ് മറ്റേ ഏതാണ് അർദ്ധരാത്രിയിലെ കള്ളനോ? അല്ല, വലതുവശത്തെ കള്ളൻ. വലതുവശത്തെ കള്ളൻ. ഞാൻ നിന്നെ ഒഴിവാക്കിയതാ. നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിന്നെ കള്ളൻ എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. മൂപ്പര് വലതുവശത്തെ കള്ളൻ എന്ന് മാത്രം എഴുതിയെന്നുള്ളൂ, ഇടതുവശത്തും ഉണ്ട് കള്ളൻ. എന്നും കിഴി കാണുന്നുണ്ടെന്ന് കരുതി ഇങ്ങനെ പേരിട്ട് കൊടുത്ത് അത് പറയാൻ നിൽക്കണ്ട. ഇടതുവശത്തും ഉണ്ട് കള്ളൻ. ഓക്കെ, അത് തീർത്ത് കഴിഞ്ഞാൽ കള്ളനെ തീർത്ത് കഴിഞ്ഞാൽ ഒരു വരവുണ്ട്. ഒരു കള്ളൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ അതിന്റെ വലത് സൈഡിൽ നിൽക്കുന്ന മറ്റൊരു കള്ളൻ. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. അടുത്തത് സൂര്യ 47. ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അത് കൺഫേം ആയി കേൾക്കുന്നു. യെസ്. ആവേശത്തിന് ശേഷം അപ്പോൾ ജിത്തു മാധവൻ വരുന്നു. സൂര്യയെ വെച്ചിട്ട് ഒരു വലിയ സംഭവം ഒരുക്കി വിടുന്നു. 2 കൽപ്പിച്ച് 3 പുറത്തോട്ടിട്ടാട്ടോ. ഇവനെ അധികം വിട്ട് സൂര്യനെ അധികം വിട്ട് ഇവൻ
5-ാം കാലിലേക്ക് എത്തും. അല്ല 3 ഉദ്ദേശിച്ച എടാ ഞാൻ 3 കൽപ്പിച്ചെന്നല്ലേ പറഞ്ഞത്. അതായത് പെർഫോം ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് സിനിമ ഇറക്കണം. ഇപ്പൊ 2 ആയില്ലേ, ഇനി ഒന്നും കൂടി കിഡിലൻ എന്താ പറയാ ഹിറ്റുകൾ കൊടുക്കണം. സൂര്യ മനസ്സിൽ കരുതിയിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 കൽപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. സൂര്യ എന്തായാലും ട്രാക്കിലേക്ക് കയറി. അതായത് കുറച്ച് വലിയ ഗർത്തത്തിലേക്ക് വീണപ്പോൾ ശരിക്കും മനസ്സിലായി ഞാൻ ഈ 2 വർഷത്തിലെ ഒന്ന് അങ്ങനെ ഒന്നും നോക്കി വന്നിട്ട് കാര്യമാണ്. ആളങ്ങനത്തെ നടനുമല്ല. ആള് വ്യത്യസ്തമായ വേഷങ്ങൾ, വ്യത്യസ്തമായ സിനിമകൾ, അതിങ്ങനെ പറന്ന് ചെയ്യണം. ഈ പറഞ്ഞതാണ് കേട്ടോ ഞാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ 3-ാം കാലിലേക്കൊക്കെ പോയപ്പോഴേ 3-ാം കാലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ. പോയി പക്ഷെ 3 കൽപ്പിച്ചെന്നാ പറഞ്ഞത്. കൽപ്പിച്ചെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ട, ഇതൊരു കഷ്ടമാണ്. അനുശ്വര ചാറ്റിന്ന് ലെഫ്റ്റായി. ഓക്കെ, അടുത്ത കിഴി ഐ ആം ഗെയിം സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഹൈദരാബാദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമക്ക് കേട്ടറിവാണ്, ഉറപ്പിക്കാനൊന്നും പറ്റില്ല. 10 മാസം ചോദിച്ചിരിക്കുന്നതാണ് കേൾക്കുന്നത്. 10 മാസം. 10 മാസം ആ മൊത്തം വർക്കിന്. അപ്പൊ 2026 ലാസ്റ്റിലേക്കൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? 10 മാസം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അപ്പം എത്ര വർഷം കൂടെ മലയാളത്തിൽ ഒരു സിനിമ 3 വർഷം കഴിയൂലേ? കഴിയും. പൊന്നോ, ഇതുവരെ ദുൽഖർ അതിൽ ജോയിൻ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അടുത്ത ഷെഡ്യൂളിലാണ് ദുൽഖർ ജോയിൻ ചെയ്യുന്നത് ഐ ആം ഗെയിമിൽ. നടക്കട്ടെ. അല്ല, ഇതിന്റെ സ്റ്റോറി അങ്ങനത്തെ സാധനം കേട്ടോ. അല്ല, ഇത് വേറൊരു കാര്യം പറയാം. ഇനിയിപ്പോ 10 മാസം അല്ല 12 മാസം എടുത്താലും ഈ സ്റ്റോറി അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് കൺവേ ചെയ്യണമെങ്കിലേ കേട്ടറിവ് വെച്ചിട്ടുള്ള സംസാരമാണിത്. നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് സത്യം തന്നെയാണ്. അല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ ടൈറ്റിൽ വിളിച്ച് പറയല്ലേ. കാരണം അവർക്കറിയാം, അത് നമുക്കറിയാം. കാരണം വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങളിൽ മുന്നേ ഉള്ള വീഡിയോ കണ്ടറിയാം. അതാണ്. എന്താണ് അടുത്തത്? 8 വസന്തലു സിനിമയുടെ ട്രെയിലർ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, മൈത്രി മൂവി മേക്കേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിനിമ. ഓക്കെ, പിന്നെന്തായിരുന്നു എടാ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ആളുണ്ടായിരുന്നല്ലോ. കുറേ ഉണ്ട്. അല്ല അങ്ങനെ തെലുങ്കില് ഗാരുമാരിൽ ഏറ്റവും മുന്തിയത് ചിരഞ്ജീവി ഗാരുവാണ്. അത് എനിക്ക് മൂപ്പരോടൊന്നും അത്ര വെറുപ്പ് തോന്നിയിട്ടില്ല. രവി തേജ. രവി തേജ അല്ല കേട്ടോ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആ പേര് കിട്ടാൻ വേണ്ടിട്ട് ഊഹിച്ചെടുത്താണ്. എന്താണെങ്കിലും അതെ, ആളാണ് നടൻ. അനന്തിക സനൽകുമാർ ആളാണ് നായികയായിട്ട് വരുന്നത്. എന്തായാലും ട്രെയിലർ ഇന്നുണ്ടാവും കേട്ടോ. ഓക്കെ, സിനിമ ജൂൺ 20-നാണ്. അന്ന് പിന്നെ നമ്മള് ഭയങ്കര ബിസി. അതൊന്നും ഇവിടെ നോക്കണ്ട. അതൊന്നും ഇവിടെ നോക്കണ്ട. പക്ഷെ എന്നാലും ഒരു ടോട്ടൽ റിലീസ് ലിസ്റ്റ് എടുത്ത് 8 സിനിമയും കണ്ടാണ് ഒരു ദിവസം. 8 വസന്തലു എന്നല്ലേ? 8 വസന്തലു. അത് 8 വസന്തം. അത് മാറി വന്നാലും ഇവിടെ റിലീസ് ആകാൻ പോണില്ല. OTT കാണാം. OTT കിട്ടുമോ? അതെന്താ OTT? അല്ല, ചുമ്മാ ചോദിച്ചതാ. ഇതെന്താ ഇതൊക്കെ കൂട്ടിക്കെട്ടി പോണേ? ഒരു കിഴിയും കൂടി ഉണ്ട് അതിനകത്ത്. എന്താ ഇന്നലത്തേനകത്ത് ഒരു കിഴി എടുത്തിട്ട് നിലത്തിട്ടിട്ട് പോയി, ഇന്നിപ്പോ ബാക്കി വെച്ചിട്ട് പോകുന്നു. സോറി ഗൈസ്, സോറി. ആക്രാന്തം. ഉസ്താദ് ഭഗത് സിംഗ്. ഓ മൈ ഗോഡ്. പവൻ കല്യാൺ നായകനാവുന്ന സിനിമ. ലീലയാണ്. ലീലയല്ല, ശ്രീലീലയാണ് നായിക. ലീലയാണ് ക്യാരക്ടർ. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതിന്റെ സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ലീല 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 അല്ല, ഇതിന് പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ. സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ദൈവമേ, കിട്ടുന്നില്ലല്ലോ. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. സിനിമ മാത്രം ചിമ്പിയിലായിട്ടേ നല്ലതാ. ഫുള്ള് കൺഫ്യൂഷൻ ആയി. ഏതൊക്കെ പടങ്ങളാടാ? തെറി അല്ലേ? തെറിയല്ലേ? തെറിയാണോ? തെറിയല്ലേ? തെറിന്റെ ഒന്നുമല്ല, നല്ല പച്ച തെറിയാൻ പറയാം. തെറിയല്ല, മെർസലാണോ? ഏതോ ഒരു സിനിമയുടെ റീമേക്കാണ്. വരുമ്പോ അറിയാലോ. എന്തായാലും അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. അത് പവൻ കല്യാൺ അല്ലേ എന്നൊക്കെ. തെലുങ്ക് ഇൻഡസ്ട്രി അല്ലേന്നേ അവര് ചോദിക്കുള്ളൂ. അല്ലാത്തും ചെയ്യുന്നുണ്ട് കേട്ടോ പവൻ കല്യാൺ അല്ലാത്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.